മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മട്ടന്നൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ കരുതൽ തടങ്കലിൽ. യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീർ എടയന്നൂരിനെയാണ് മട്ടന്നൂർ ടൗണിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ മനോജ് മയിൽ ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീറിനെയാണ് ഇപ്പോൾ മട്ടന്നൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് കാരണമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഇന്ന് മുഖ്യമന്ത്രിക്ക് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ കണ്ണൂരിൽ എത്തും. ഹെലികോപ്റ്റർ മാർഗമാണ് പാലക്കാട്ട് നിന്നും മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് മുഖ്യമന്ത്രിയുടെ സഞ്ചാര വഴികളിലെല്ലാം തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു പോലീസ്. അതിനിടയിലാണ് നേരത്തെ മുഖ്യമന്ത്രി കണ്ണൂരിലെത്തിയപ്പോൾ കരിങ്കൊടി കാട്ടിയ സംഘത്തിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് അംഗം കൂടിയായ യൂത്ത് ലീഗിന്റെ നേതാവ് ഷബീറിനെ മട്ടന്നൂർ പോലീസ് കരുതൽ തടങ്കലിലേക്ക് വച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി അവിടെ നിന്നും പാസ് ചെയ്താൽ ഉടൻ ഈ ഷബീറിനെ വിട്ടയക്കും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് പോലീസിന്റെ ഈ നടപടി. കണ്ണൂർ ജില്ലയിൽ മറ്റു ഒരിടത്തു നിന്നും ആരെയും കരുതൽ തടങ്കലിൽ വെച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷെ പോലീസ് കനത്ത ജാഗ്രത തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും കരിങ്കൊടി കാണിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഉള്ളത്. മുഖ്യമന്ത്രിക്ക് ആദ്യം മയ്യിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് മുഖ്യമന്ത്രി പോവുക. അതിനുശേഷം വൈകുന്നേരമാണ് മുഖ്യമന്ത്രിയുടെ മറ്റ് ഔദ്യോഗിക പരിപാടികളുള്ളത്. തലശ്ശേരിയിലാണ് ആ പരിപാടി. എന്തായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായിടത്തും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. കരിങ്കൊടി കാട്ടാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലും നിൽക്കുന്നത്. മനോജ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ഇത് ഒരു ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ ഇത്തരത്തിലൊരു യൂത്ത് ലീഗ് പ്രവർത്തകനെ അറസ്റ്റ്, അതായത് കരുതൽ തടങ്കലിലേക്ക് മാറ്റിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂരിലുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ UDFന്റെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രസംഗ മധ്യേ തന്നെ പല നേതാക്കളും ഈ മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷ, അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ യുവജന സംഘടനകളിൽപ്പെട്ട ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കുന്ന നടപടി തുടങ്ങിയതിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. UDFന്റെ ജില്ലാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ ശേഷം കണ്ണൂർ DCC ഓഫീസിൽ അല്പസമയത്തിനകം നടക്കും. ശരി, വ്യക്തമാണ്. മനോജ് മയിൽ ഇപ്പോൾ മട്ടന്നൂരിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകനെ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കായി മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഈ യൂത്ത് ലീഗ് പ്രവർത്തകനെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയ പ്രവർത്തകനാണ് ഇദ്ദേഹം. മറ്റു പ്രവർത്തകരുടെ കരുതൽ തടങ്കലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും